ഇത് പലരുടെയും പള്ളിയിലുള്ള ഒരു വിശ്വാസം നഷ്ടമാക്കാൻ കാരണമാക്കി. പല സഭകളും ഇതിനെ എതിർത്തിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു യൂത്തിൽ നിന്നും ഇവർക്ക് വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയ ഇനി ഒരു ക്രിസ്ത്യൻ കൺട്രി അല്ല, ഒരു മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും വിചാരിക്കുന്ന ഓസ്ട്രേലിയ ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്നാണ്. ഇത് ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനിറ്റി വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളികൾ ശൂന്യമാകുന്നു, യുവജനങ്ങൾ പള്ളി വിട്ടുപോകുന്നു, പിന്നെ നോ റിലിജൻ എന്ന വിഭാഗം വളരെ കൂടുതലായിട്ട് ഉയരുന്നു. ഇതുവരെ ഒരു ഗോസിപ്പാന്ന് തോന്നുന്നുണ്ടോ? ശരിക്കുള്ള കണക്ക് നോക്കാം. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം 1966 ക്രിസ്ത്യാനികളുടെ എണ്ണം 88%. പിന്നെ അത് 2011 61% കുറഞ്ഞു. ലേറ്റസ്റ്റ് കണക്ക് 2021 ഇത് പ്രകാരം ക്രിസ്ത്യാനികളുടെ എണ്ണം 43.9 വീണ്ടും ചുരുങ്ങി. അതിൻ്റെ കൂടെ നോ റിലിജൻ എന്ന് പറഞ്ഞ വിഭാഗം 38.9%. ഇതിപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനികൾ 50% കുറഞ്ഞ് നിൽക്കുന്നത്. പ്രധാന സഭകളായ ആംഗ്ലിക്കൻ ചർച്ചും കാത്തലിക് ചർച്ചിലും ഈ ഒരു ഇടിവ് കാണുന്നുണ്ട്. 50കളിലും 60കളിലും ഒക്കെ ജനിച്ച ബേബി ബൂമേഴ്സിന്റെ ഒരു തലമുറയിൽ പള്ളിയിൽ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷേ ജെൻ സിയും മിലേനിയൽസിന്റെ ഒക്കെ ജനറേഷൻസ് പള്ളിയിൽ റെഗുലറായിട്ട് പോകുന്ന ഒരു പരിപാടി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും ഏത്തിയസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മതമെന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു കാര്യമാണ്, സമൂഹത്തെ നയിക്കുന്ന ഒരു ശക്തിയല്ല. ഓസ്ട്രേലിയ വളരെ ഒരു മോഡേൺ ആൻഡ് സെക്യുലർ സൊസൈറ്റിയായി മാറിക്കഴിഞ്ഞു. ഇന്നത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് നല്ല ഒരാളാകാൻ മതത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഫെയ്ത്ത് ഇസ് പ്രൈവറ്റ് നോട്ട് പബ്ലിക്. പണ്ടത്തെ പോലെ മതം രാഷ്ട്രീയത്തെയും വിദ്യാഭ്യാസത്തെയും ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഒരു 2013 2017 ഇടയ്ക്ക് നടന്ന ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പല ചൈൽഡ് സെക്ഷൽ അബ്യൂസിന്റെ കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് പള്ളികളിലും ഓർഫനേജസിലും ഒക്കെ നടന്നത്. ഇത് പലരുടെയും പള്ളിയിലുള്ള ഒരു വിശ്വാസം നഷ്ടമാക്കാൻ കാരണമാക്കി. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് വലിയ ഡാമേജ് ആണ് ഉണ്ടായത്. ഇതിന് ഒരു പ്രത്യേക വീഡിയോ തന്നെ വേണ്ടി വരും. മറ്റൊരു കാരണം സൊസൈറ്റിയിലുണ്ടായ ചേഞ്ചസ് ആണ്. 2017 ഓസ്ട്രേലിയ സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്തിരുന്നു. പല സഭകളും ഇതിനെ എതിർത്തിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു യൂത്തിൽ നിന്നും ഇവർക്ക് വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നു. അവർ പറയുന്നത് ചർച്ച് ഇസ് ഔട്ട്ഡേറ്റഡ്. ഇതിനാണ് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി ഇവിടെ കുറയുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ മുഴുവനായിട്ടും ഇല്ലാതാകുന്നില്ല. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇമിഗ്രേഷനാണ്. ഇവിടെ ഹിന്ദുസ്, മുസ്ലിംസ്, ബുദ്ധിസ്റ്റ് ഇവയൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ ഇനി ഒരു ക്രിസ്ത്യൻ കൺട്രി അല്ല, ഒരു മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റിയാണ്. ഇനി നമ്മൾ വീക്ക്ലി ചർച്ച് അറ്റൻഡൻസ് നോക്കുകയാണെങ്കിൽ 15% താഴെയാണെന്നാണ് കണക്കുകൾ. ഇനി ഓസ്ട്രേലിയ യൂറോപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫിൻലൻഡ്, സ്വീഡൻ, UK എന്നിവിടങ്ങളിൽ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അവസ്ഥ. എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് പേപ്പറിലുണ്ട്, പക്ഷേ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടീസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ പോയ ഓസ്ട്രേലിയയുടെ ഒരു ഭാവി എന്തായിരിക്കും? ട്രഡീഷണൽ ചർച്ചസ് കുറയും, നോ റിലിജൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരും, റിലീജിയസ് ഡൈവേഴ്സിറ്റി കൂടും, അതുപോലെ ഓസ്ട്രേലിയ ഒരു മൾട്ടി റിലീജിയസ് രാജ്യമായി മാറും. ഇപ്പം നാട്ടിലുള്ളവർ ഓസ്ട്രേലിയയെ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ക്രിസ്ത്യാനിറ്റി ഇടിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടിയുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായും ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊരു മാറ്റമാണ് ഡോമിനൻസിൽ നിന്നും ഡൈവേഴ്സിറ്റിയിലേക്ക്, ക്രിസ്ത്യൻ നേഷനിൽ നിന്നും ഒരു മൾട്ടി ഫെയ്ത്ത് സെക്യുലർ നേഷനിലേക്ക്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഓസ്ട്രേലിയയിലോ കേരളത്തിലോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനിയും ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ എണ്ണം ഇനിയും ഒരുപാട് കുറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ചെയ്യും.